ഇപ്പൊ തെക്ക് വടക്കെന്ന് പറഞ്ഞിട്ടൊരു സിനിമയുടെ കൂടി ഒരു വീഡിയോ അക്കൗണ്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സിനിമയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അത് സുരാജ് ചേട്ടനും വിനായകൻ ചേട്ടനും കൂടെ ലീഡ് ചെയ്യുന്ന സിനിമയാണ്. അത് കോമഡി പരിപാടിയാണ്, നല്ല രസമുള്ളൊരു സാധനമാണ്. വേറെ ഞാനുണ്ട്, മെൽവിൻ ജി ബാബു ഉണ്ട്, മെറിനുണ്ട്, നമ്മുടെ ഗില്ലാപ്പി അഞ്ചക്കളൊക്കെ, പിന്നെ വിനീത് വിശ്വം, അങ്ങനെ കുറെ ആൾക്കാരുള്ള നല്ലൊരു പടമാണ്. അതിലെ ക്യാരക്ടർ എന്താണ്? കോമഡി തന്നെയാണ്? ആ, കോമഡിയാണ്. ഞാൻ സുരാജ് ചേട്ടന്റെ ഒരു ശിങ്കിടിയെ പോലെ കൂടെ നടക്കുന്നത്. സുരാജ് ചേട്ടൻ മുഴുനീള ഹാസ്യ വേഷത്തിലാണോ സിനിമയില്? ആ, വിനായകൻ ചേട്ടൻ രണ്ടുപേരും ഫുൾ കോമഡി പരിപാടിയാണ്. അതിന്റെ സെറ്റും വിശേഷങ്ങളും അവിടത്തെ എന്തെങ്കിലും രസകരമായ ഓർമ്മകളൊക്കെ ഉണ്ടോ? രസകരമായ ഓർമ്മ, എല്ലാം രസകരമായ ഓർമ്മകളായിരുന്നു. പാലക്കാടായിരുന്നു ഷൂട്ട്. നല്ല ചൂടായിരുന്നു, എൻ്റെ പൊന്നോ. സൗദി അറേബ്യയിൽ അനുഭവിച്ച ഏതാണ്ട് അതേ ക്വാളിറ്റിയുള്ള നല്ല കിണ്ണം ചൂട് കാറ്റ് മുഖത്തടിച്ചു. കറക്റ്റ് നമ്മൾ സൗദിയിൽ അനുഭവിച്ച കാലാവസ്ഥ കുറച്ചുകൾ വീണ്ടും എനിക്ക് അനുഭവിക്കാൻ പറ്റി. അതാണ് രസകരമായ ഓർമ്മ. കരിഞ്ഞ് ഇപ്പൊ ഈ ഒരു സിനിമയും അതിനോടൊപ്പം തന്നെ മറ്റു കുറച്ച് സിനിമകളും കൂടി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പടക്കുതിര, തെക്ക് വടക്ക്, ഇതുപോലെ പാലുമ്പുഴ റിലീസായി. അപ്പൊ ഇങ്ങനെ ഈ അടുപ്പിച്ച് സിനിമകൾ ചെയ്യുന്ന സമയത്ത് ചൂരലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സമയം കിട്ടാതെ പോകുന്നുണ്ടോ? മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനും അവനും രണ്ട് സ്ഥലത്തായി പോണതിന്റെ പ്രശ്നമാണ്. ഒറ്റയ്ക്ക് ചെയ്യാൻ പലപ്പോഴും മൂഡ് കിട്ടാറില്ല. അവനോടുണ്ടെങ്കിൽ ഒരു ഓളത്തിലേയും പോകും. പിന്നെ പറഞ്ഞ സമയം ഇങ്ങനെ യാത്ര, വീട്ടിൽ നിൽക്കാൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടാണ്. അപ്പം ചാനല് മിക്കവാറും ഒരു തീരുമാനമാവും. ഈ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ റീച്ച് ഭയങ്കരമായിട്ട് കുറയും. നമ്മൾ ആദ്യം കൽബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ആദ്യം ഇതുപോലെ ചാനൽ നമ്മൾ കുറച്ച് നാൾ പോസ്റ്റ് ചെയ്യാറുന്നപ്പം റീച്ചൊക്കെ കുറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരുവിധം പൊക്കിക്കൊണ്ട് വന്നപ്പോൾ വീണ്ടും ഡൗണായിക്കൊണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ദിവസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടന്റ് മാത്രമേ അന്ന് ഷൂട്ട് ചെയ്യുള്ളൂ, അതോ ഒരുമിച്ച് കുറെ എണ്ണം എടുത്തു വെക്കുക, അങ്ങനെ എന്തെങ്കിലും പോസിബിലിറ്റീസ് നോക്കാറുണ്ടോ? ഇങ്ങനെ ബിസി ആയിരിക്കുന്ന സമയത്ത് സമയം കിട്ടുമ്പോൾ നമ്മൾ 2-3 ചെയ്ത് വെക്കാൻ നോക്കാറുണ്ട്. ചിലപ്പോഴും നടക്കൂല. എന്നാലും ഇപ്പൊ ലാസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ 2-3 സ്റ്റോക്ക് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷെ അതൊക്കെ പോസ്റ്റ് ചെയ്ത് തീർന്നു പോയി. ഇനി പോകുമ്പോൾ ചെയ്യണം. അപ്പൊ ചൂരലിന്റെ കാഴ്ചക്കാർ ഇനിയും കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. വെയിറ്റ് ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ ഇങ്ങനത്തെ അവസ്ഥകളായതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആരും വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല. ഇല്ല, വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. കമന്റ്സിൽ കണ്ടിട്ടുണ്ട്. ഇപ്പം വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇവരുടെ വീഡിയോ കണ്ടിട്ടാണ് ആ ഒരു വിഷമം മാറിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ആളുകളുടെയും കമന്റുകൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് എനിക്കൊന്ന് ഈ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളൊക്കെ ചിലര് കമന്റ് ചെയ്തിട്ടായിട്ട് കാണാറുണ്ട് ഹോസ്പിറ്റലുള്ളപ്പോ. അതുകൊണ്ട് അങ്ങനെ കുറെ മെസ്സേജുകളും കമന്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നേരിട്ട് കാണുമ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് കാണുമെന്നൊക്കെ. പക്ഷെ ഇപ്പം ഇഷ്ടംപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആൾക്കാർ മാനേജ് ചെയ്ത് നോക്കിയോളൂ. ഇപ്പൊ ആഷിറൊക്കെ എന്റെ പൊന്നു എന്നാണെങ്കിൽ നമുക്കൊന്നും ഒരിക്കലും അവന്റെ പകുതി യൂസ് പോലും കിട്ടിയിട്ടില്ല. അപ്പം ആൾക്കാർക്ക് എന്റർടൈൻമെന്റിന് നിങ്ങൾ ഏകദേശം സെയിം സ്ഥലമാണല്ലോ. വളരെ അടുത്താണ്. പക്ഷെ മുമ്പ് പരിചയമില്ല. ഇതിനു ശേഷം 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് ആൾക്കാർ മാനേജ് ചെയ്ത് നോക്കിയോളൂ.